ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാട്ടോ നമ്മൾ നീങ്ങണമെന്ന്. ഇന്ന് ക്ലോത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, വെള്ളക്കുപ്പി എടുത്തിട്ടില്ല, വെള്ളം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളം കൂടി കുറച്ച് കുറവാണ്. വണ്ടി മേലെ ഇട്ടിട്ടിരിക്കണേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. സമയം 6:11 ആദ്യം നമുക്ക് അപ്ഡേഷൻ ഉണ്ടോ നോക്കി നോക്കാം. ഊബർ ഡ്രൈവർ ആപ്പിന് അപ്ഡേഷൻ ഇല്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഗ്ലാസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ നല്ല മഞ്ഞ തണുത്തക്കൊണ്ട് വണ്ടി ഇങ്ങോട്ട് മേലിന്ന് കൂടെയൊക്കെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് തുടച്ചാൽ മതി, ചളിയൊക്കെ പോയി കിട്ടും. ജസ്റ്റ് ഊബറുംപാടെ ഒന്ന് ഓണാക്കട്ടെ. വേഗം ഇവിടുന്ന് രാവിലത്തെ ട്രിപ്പ് ഒന്ന് അടിച്ച് കിട്ടിയാൽ സമാധാനമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇന്നത്തെ. അപ്പോൾ ഊബർ ഓണായിട്ടോ. ഊബറിൽ വേലറ്റിൽ കൊടുക്കാണ്ടോ ഒരു 390 കൊടുക്കാണ്ട്. ഇന്നലെ ഒരു ഉച്ച സമയത്ത് ഞാൻ കൊടുത്തതായിരുന്നു, അപ്പോൾ പിന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ CNG 4 കട്ടുണ്ട്, 5 കട്ട ഉണ്ടായിരുന്നു കൊടുന്നപ്പോൾ. ഒരു കട്ട പോയി, കാണാണ്ട് പോയി. അപ്പോൾ CNGയിൽ എത്ര ഓടിയത്? 117 കിലോമീറ്റർ. ഇന്നലെ കുഴപ്പമില്ലാണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിയർ കിടക്കട്ടെ 0-ൽ. ഇന്നലെ രാത്രി 0 ആക്കിയതാണ്. വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വൈപ്പർ അടിക്കുക, യാത്ര തുടങ്ങുക. അപ്പോൾ ഞാനേ നമ്മളെ മെയിൻ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. മുണ്ടമ്പാലം ചായക്കട ഇപ്പോൾ ഫേമസ് ആയിക്കണം ഇപ്പോൾ ആകെ. അപ്പോൾ ഇവിടുന്ന് ഒരു ചൂട് ചായ വയറ്റേക്ക് കയറ്റിയില്ലെങ്കിൽ പണികളൊന്നും നടക്കൂല. അപ്പോൾ ആദ്യം അതൊന്ന് കുടിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് പഴം കഴിച്ചു അപ്പം ഇനി ചായ മാത്രം കുടിക്കുക, ഓട്ടം തുടങ്ങുക. ഒരു 10-15 മാക്സിമം മിനിറ്റ് ഇവിടെ ഇരിക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊല്ലംകുടിമുകൾ പോകും. അപ്പോൾ നമ്മളെ ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഒരു ഓർലിക്സൺ കുടിച്ചു. വെറും ചായ മാത്രമല്ല കുടിക്കണം. അപ്പോൾ ഒരു ഓർലിക്സൺ കുടിച്ചു. മുണ്ടമ്പാലത്ത് ടാക്സി വണ്ടികൾ കൂടി വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു വാഗനറും ഒരു ഡിസയറും പാടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്പോട്ടിൽ പോട്ടെ, കൊല്ലംകുടിമുകൾ പോട്ടെ. ഇവിടെ നിന്നിട്ട് ഇനി കാര്യം ഉണ്ടാവില്ല, ട്രിപ്പ് അടിക്കൂല. ഇവിടെ ഇങ്ങനെ നേരം വെളുക്കണതിന് മുമ്പ് ഒരു 3 ട്രിപ്പ് അടിക്കണം. ഒരു 600 രൂപക്കാണ് ഓടിയാൽ ബാക്കി പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറും കൂടി നിന്ന് നോക്കാം. 6:38 അതിൻ്റെ സമയം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു വിഘ്നേഷാണ് അടിച്ചത്. ഞാൻ ഊബറിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ഉണ്ടായില്ല, ഒരു 390. അത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രിപ്പ് അടിച്ച്. ഇവിടെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിഘ്നേഷിനെ പോയി പിക്ക് ചെയ്യട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് കാണിക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടെ ഈ വളവ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അവിടെ ഫ്ലാറ്റ് ഉണ്ട്, അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ പിക്കപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്നല്ല ബാക്കിൽ നിന്നാണ് പിക്കപ്പ് അടിച്ചിട്ടുള്ളത്. ഇന്നലെയും ബാക്കിൽ നിന്നായിരുന്നു പിക്കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടേ വണ്ടി ഓടിക്കേണ്ട അവസ്ഥയാണ്. കുഴപ്പമില്ല, നമ്മളെ ഫസ്റ്റ് ട്രിപ്പല്ലേ. ഇവിടെ ഏതോ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇതാട്ടോ ഫ്ലാറ്റ്, ഭവാനി അപ്പാർട്ട്മെന്റ്സിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇവിടെ എത്തിയിട്ടുണ്ട്. കോൾ ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ ആളിവിടെ പുറത്തുണ്ടാവും. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ചിന്മയ ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ. വിസ്മയ വിദ്യാദീപ്തോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് ഡ്രോപ്പ് വന്നത്. പള്ളിമുക്കാട്ടത് 212 രൂപ കിട്ടിയത്. അത് വലിയ ലാഭമൊന്നുമില്ല. രാവിലെ ചിലപ്പോൾ റേറ്റ് കുറയും. 13 കിലോമീറ്റർ ഉണ്ട്, 13.61 കിലോമീറ്റർ. 23 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടോ. പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. 290 ടോട്ടൽ വാങ്ങി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയോക്കാം. അവിടെ നിന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിക്കുമായിരിക്കും. നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിൻ്റെ മുമ്പ് ട്രിപ്പ് അടിച്ചോണ്ടോ. റാപ്പിഡോയിൽ ഇതടിക്കണം. റാപ്പിഡോയിൽ 148 രൂപയുടെ ട്രിപ്പ് വന്നു പോയിപ്പോൾ. മറ്റേ ഊബറിൽ അടിച്ചത് തൃപ്പൂണിത്തറക്കാണ്, 160 രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പിക്കപ്പ് പോയിന്റ് മെട്രോ സ്റ്റേഷനാണ് കൊടുത്തിരിക്കണേ, സൗത്ത് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ 4 ആള് പോയിച്ചു, 5 ആളാണല്ലോ പോവാത്തത്. അപ്പോൾ ഇവര് ചിലപ്പോൾ ഇവിടുന്നേലൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ആള് പോകുന്നതാണ്, ചെറിയ കുട്ടികളാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു 4 ആള് പോകും, 5 ആളാണ് പോവാത്തതാണ്. 4 ആള് പോവില്ലേ? ഓക്കെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ്, ഇങ്ങോട്ട് വരുമോ ചോദിച്ചു. അപ്പോൾ ഓരെന്തായാലും അവിടെ ആദ്യം നടന്നു വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഓര് അവിടെ നടന്നു വരുമ്പോഴത്തേന് സമയം കുറേ ആവും, പിന്നെ അവിടെ ബ്ലോക്ക് ആവും. മെട്രോന്റെ അടിയിൽ വണ്ടി ഇടാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ പിള്ളേരെ പോയി പിക്ക് ചെയ്യട്ടെ. ശബരിമലേന്റെ സീസൺ ആയതുകൊണ്ടേ കുറേ സ്വാമികളുണ്ട് ഇവിടെ. നമ്മളെ ആ ട്രിപ്പ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടോ. അത് നമ്മൾ കുറച്ചാണ് പോകുന്നപ്പോൾ തന്നെ വൈറ്റിൽ നിന്ന് നമുക്കൊരു റിസർവേഷൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 8:05 പിക്കപ്പ് ഉള്ളത്. പിക്കപ്പ് നമുക്ക് 6 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഞാൻ പോകണില്ല എന്തായാലും. ഇത്ര പോയിട്ട് പിക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് ലാഭമില്ല. കാരണം എന്താ വെച്ചാൽ 255 റുപ്യയുടെ ട്രിപ്പാണ് വന്നപ്പോൾ കണ്ടത്. അത് 13 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം നമ്മൾ ലാസ്റ്റ് പോകുന്ന ട്രിപ്പുണ്ടോ, 158 രൂപ നമുക്ക് കിട്ടി. 9 കിലോമീറ്റർ നമ്മൾ പോകുന്നത്. 19 മിനിറ്റ് എടുത്തിട്ടുള്ളൂ സംഭവം. പക്ഷെങ്കിൽ 9 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. അപ്പോൾ പോന്നു
എന്നിട്ട് 158 രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 200-ന്റെ അടുത്ത് വേണം 10 കിലോമീറ്ററിന്. അതുപോലെ ഊബർ തരുന്നില്ല. ഇതിപ്പോൾ എത്ര റുപ്യ വെച്ചിട്ട് കിലോമീറ്ററിന് തന്നേന്നാവും. ചെറിയ നഷ്ടത്തിലൊക്കെയാണ് ട്രിപ്പ് തരുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ 6 കിലോമീറ്റർ പോയിട്ട് പിക്ക് ചെയ്യുക ഊബറിൻ്റെ ട്രിപ്പ്. പോയി പണി നോക്കട്ടെ. നമ്മൾ ഇപ്പം തന്നെ ക്യാൻസൽ ചെയ്തത്. കസ്റ്റമർ നമ്മൾ ഉറപ്പിക്കണ്ട. ഊബറാരെന്ത് ചെറ്റത്തരാണ് അടിക്കണേ. ഊബറാരെന്താന്നോ ഈ റാപ്പിഡോൻ്റെ യാത്രേൻ്റെ അടിയിൽ പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് റേറ്റാണ് കുറക്കുക. പക്ഷേങ്കിൽ റേറ്റ് കുറച്ചോട്ടെ കുഴപ്പമില്ല, നമുക്ക് തരേണ്ടത് തന്നാൽ മതി. ഇതിപ്പോൾ അവർക്ക് കറക്റ്റ് കമ്മീഷൻ 220 രൂപ വാങ്ങിയിട്ടുണ്ട് ക്യാഷ് കളക്ട്. 158 അല്ലേ നമുക്ക് കിട്ടിയത്, 158 നമുക്ക് കിട്ടി. ബാക്കി അത്രയും കമ്മീഷൻ പോയി. എന്നാൽ ഓരോ കമ്മീഷൻ എടുക്കണമെങ്കിൽ നമുക്ക് നമ്മളെ റേറ്റാണ് തന്നാൽ മതി. എന്നാൽ കുഴപ്പമില്ല. എന്നാൽ പിന്നെ നമ്മൾ ഊബർ തന്നെ ഓടും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ റാപ്പിഡോ നമുക്ക് ഉപകാരമുള്ളതല്ലേ നമ്മൾ ഓടുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കളക്ടറേറ്റിലായിട്ടുള്ളത്. ഇവിടെ കാക്കനാട്. സമയം 10:39 ആയിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം 3 ട്രിപ്പ് ഓടി 897 രൂപ ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ ബോംബെ കഫേന്റെ വേക്കൊക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ തൃപ്പൂണിത്തറിന്റെ അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ബൃന്ദാവൻക്ക് കിട്ടി. ചക്കരപ്പറമ്പിലുള്ള ബൃന്ദാവനിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അവിടുന്ന് CNG അടിച്ചു ഊബർ ഓഫ് ചെയ്താണ്ട്. പിന്നെ ഊബർ ഓൺ ആക്കി ഉടനെ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ട്രിപ്പ് അടിച്ചു കളക്ടറേറ്റിക്ക്. ഇതിനൊക്കെ 150 രൂപ കേട്ടോ, ചെറിയ റേറ്റ് ഉള്ളു. 149 രൂപ ഉള്ളു ഇതിന് കിട്ടിയിട്ട്. 6-7 കിലോമീറ്ററോളം ഉണ്ട്. ഊബർ നല്ല റേറ്റ് കുറഞ്ഞിക്കണം. എന്താ സംഭവം എന്നാവും. ഇപ്പൊ CNG അടിച്ചിട്ട് 7.9 കിലോമീറ്റർ ഓടിയുണ്ട്. ബിയിൽ നമ്മൾ 72 കിലോമീറ്റർ ഓടി. ഇന്ന് നമുക്ക് അവിടുന്ന് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു 171 രൂപയുടെ ട്രിപ്പ്. ഇപ്പൊ നമ്മള് MG റോഡിന്റെ സിഗ്നലിലാട്ടുള്ളത്. സമയം 11:30 ആയിട്ടുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പഴം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഹോർലിക്സും. അപ്പൊ ഇവിടെ നമ്മള് ഹൈക്കോർട്ടിന്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. പൊറോട്ടയും ഇതൊക്കെ കിട്ടണേ. അവിടെ ഊണാണ് സ്പെഷ്യല് ഉച്ചക്കത്ത്. ഇപ്പൊ 11:22 ആയിട്ടുണ്ട്. 12 മണിക്കാണോ 2 മണിക്കാണോ ഊണ് വിളമ്പാന്ന് അറിയില്ല. എന്തായാലും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അവിടെ എന്താ വെച്ചാൽ ഉള്ളത് നോക്കിയിട്ട് അത് കഴിക്കട്ടെ. അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുത്തു അവിടെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. ആകെ ഉള്ളൊരു പാർക്കിംഗ് ഇവിടെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഒക്കെ ബോർഡ് വെച്ച് ഫുള്ള് അഡ്വക്കറ്റാളെ വണ്ടികളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. വക്കീൽമാരെ അവർക്ക് ഒരു അടിയായിട്ടുണ്ടാവും. അപ്പൊ ഒക്കെ റൈറ്റ് സൈഡിലാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഒക്കെ റൈറ്റ് ആക്കി. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു വഴിയുണ്ട്. അവിടെ ഇടാൻ സ്ഥലം ഉണ്ടാവൂല. അവിടെ ഒക്കെ ഫുള്ളായിരിക്കും. മറ്റോടത്ത് ഓൾറെഡി അങ്ങനെ ബോർഡ് വെച്ചുകൊണ്ട് ഇവിടെ ഒന്നും കൂടി തിരക്കായിട്ടുണ്ടാവും. ഇവിടെ ഒക്കെ ഫുള്ള് ബൈക്കുകളായി. അവിടെ ഗ്യാപ്പ് ഉണ്ടാവട്ടെ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കോടതിക്ക്. അപ്പൊ ഇവിടെയും വണ്ടി ഇടാൻ പറ്റൂല. ഞാൻ നാളെ ഇവിടെ ഇട്ടീനെ. ഇവിടെ കുറച്ച് കാലുകളുണ്ടോ കണ്ടോ. ഗേറ്റ് കഴിഞ്ഞ ഉടനെ അപ്പുറത്തും ഇപ്പുറത്ത് 2 സൈഡിലും വണ്ടികളാ. ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല. അതാണ് ഒരു പ്രശ്നം. ഫുഡ് നല്ല അടിപൊളി ഫുഡാ. അപ്പൊ അവിടുന്ന് തിരിച്ചു പോകുന്നുട്ടോ നമ്മള്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലേ നമ്മളെ ലൂർദക്ക് പോണ റോഡാണിത്. അപ്പൊ ഈ റോട്ട് മീൻ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അതിനോട് ചാരിയിട്ട് ഇതാണ് നമ്മളെ ഹോട്ടല്. ഇതാണോ ഈ ഗ്രില്ലിട്ടത്. അപ്പോ ഞാൻ നാളെ അവിടെയാണ് വണ്ടി കൊണ്ടുപോയിട്ടീനെ. പക്ഷെ അവിടെ ഇതേപോലെ വക്കീലന്മാരെ വണ്ടികൾ ഇടലുണ്ട്. അവിടെയും പോലീസുമാര് നാളെ വന്നിട്ട് ഇങ്ങനെ ഇത് ഫൈൻ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താന്നോ ഈ അഡ്വക്കേറ്റുമാരൊക്കെ ഡെയിലി ഉണ്ട്. ഈ വണ്ടികളൊക്കെ സ്റ്റിക്കർ ഉള്ളതാ. വക്കീലന്മാരെ സ്റ്റിക്കർ, ഈ വണ്ടിയുമുണ്ട് സ്റ്റിക്കർ. അപ്പൊ ഉണ്ടോ ഈ ഗ്യാപ്പിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലത്താണ് ഞാൻ നാളെ വണ്ടി ഇട്ടത്. പക്ഷെ ഇവിടെ ഇട്ടിട്ട് നാളെ പോലീസുമാർ വന്നിട്ടുണ്ടായിരുന്നു സ്കൂട്ടിമേ. അപ്പൊ ചിലപ്പോ ഈ സ്റ്റിക്കർ ഉള്ളവർക്കൊന്നും ഫൈൻ കൊടുക്കണ്ടാവില്ലേക്കാരം. അവരൊക്കെ ഡെയിലി വരുന്നതല്ലേ. നമ്മളല്ലേ ഇപ്പൊ മഞ്ഞ. അതാണിപ്പോ ഇവിടെ ഇട്ട് പോകാനൊരു പേടി. കാരണം ഒരു പൊറോട്ട തിന്നാൻ വേണ്ടിട്ട് 250-500 റുപ്യ ഫൈന് വാങ്ങണ്ടേ. നമുക്ക് അവിടെ ഗ്യാപ്പ് ഇട്ടില്ല കേട്ടോ. പാർക്ക് ചെയ്യാൻ ഒറ്റ സ്ഥലമല്ല. ഇനിയിപ്പോ അവിടെ തിരിച്ചു പോകണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളെ ഗ്യാപ്പ് ഉണ്ട്. അതിങ്ങനെ കുറെ റിവേഴ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഗതിട്ട് വെച്ചിട്ട് പിന്നെ കഴിച്ചു വരുമ്പോഴത്തേനും ഫൈനും വാങ്ങിയാണ്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ. അപ്പൊ എന്താന്നോ ഇത് നേരെ പോയാലേ ലൂർദിന്റെ അവിടേക്ക് എത്തും. നമ്മളെ മറൈൻ ഡ്രൈവിന്റെ അടുത്ത CNG പമ്പ് എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ടൊരു ഹോട്ടലുണ്ട്. ചെറിയൊരു ഹോട്ടലാ. അപ്പൊ അവിടെ പോയിട്ട് ഊണ് എന്തെങ്കിലും കഴിക്കാം. ഇപ്പൊ 11:41 സമയം. എന്തായാലും ഊണ് ആയിട്ടുണ്ടാവുമായിരിക്കും. നോക്കി നോക്കാം. അവിടെ വലിയ ലോറിയാളെ ഡ്രൈവറും ബസ് ഡ്രൈവർമാരൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. CNG പമ്പിനോട് ചാരിയിട്ടൊരു ഹോട്ടലുണ്ട്, ചെറിയൊരു ഹോട്ടല്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ക്യൂൻസ് വേന്റെ കൂടി ഇങ്ങനെ പോയപ്പോഴാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കൊണ്ടു. ഇവിടെ അതൊരു വിമാനം കിടക്കുന്നത്. വിമാനമല്ല, നമ്മളെ ബോട്ടാണ്. പക്ഷെ വിമാനത്തിന്റെ അതേ ഷേപ്പ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ സൈഡാക്കി. ഈ ബോട്ട് ഇത് പാറൂല അല്ലേ. ഇത് സെറ്റപ്പ് ആയല്ലോ. ഇതണ്ടാ, ഇത് പാറൂല. ജസ്റ്റ് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിക്കാണ്. പക്ഷെങ്കില് നല്ല രസമുണ്ട്. വേറൊരു മൂഡായിരിക്കും ഇത്. ഒരു അതങ്ങനെ കറങ്ങണം. കറക്റ്റ് ഫാനാട്ടോ. ഒരു ഫാനേ കേടന്ന് ഏതായാലും ഫാനേക്കരം. അപ്പുറത്തേക്ക് ഇറങ്ങണില്ല, വെറുതെ വെച്ചിക്കാണ്. അപ്പൊ ഇത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ കറങ്ങണ്ട. ഇതിൽ ആളുണ്ടെങ്കിൽ ആളൊന്നും കാണുന്നില്ല. ഫുഡ് പാർസൽ ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിലേ ഇവിടുന്ന് കഴിക്കായിരുന്നു. നല്ല തണലുണ്ട്. പക്ഷെങ്കില് ഫുഡ് കയ്യിലില്ല.
നമുക്കൊരു തെറ്റ് പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ കട. പക്ഷെ ഇവിടെ നിന്നാലും ഇങ്ങനെ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഇറങ്ങണുണ്ടായിരുന്നു. ഇവിടെ കഴിക്കാനുള്ള ഏരിയ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ചോറുണ്ടാവില്ലായിരിക്കും. അപ്പൊ ഇവിടെ ചോറുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ ചേച്ചി ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കി. അപ്പൊ ആദ്യം പറഞ്ഞ പുട്ടും കടയിലെന്നാ പറഞ്ഞു. പിന്നെ ചോറുണ്ട് കാരണം ആ ചോറപ്പം നമുക്ക് വേണ്ടത്. അപ്പൊ ഏതായാലും ഇനി ഇവിടുന്ന് ചോറ് കഴിക്കട്ടെ. ഇവിടെ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒന്നും കാണാനില്ല. ഞാൻ കരുതി ഇവിടെ ഫുഡ് ഉണ്ടാവില്ലേക്കാരം. ചായക്കടയാണ് എഴുതി. അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ലോറിയില് ബാക്കില് ഇവിടെ ഇങ്ങോട്ട് അടുപ്പിച്ചിടട്ടെ, ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഊബർ ഓഫ് ചെയ്യട്ടോ. നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നല്ലൊരു തണല് ഏരിയ കിട്ടണം, ഒന്ന് വിശ്രമിക്കണം. ഫുഡ് നല്ലോണം കഴിച്ചപ്പോഴേ ഇപ്പൊ വിശ്രമിക്കണം കുറച്ചു നേരം. വിശ്രമിക്കാന്ന് പറഞ്ഞപ്പോ ഇതിനൊരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 100 രൂപയുടെ. മറൈൻ ഡ്രൈവിക്കാണ് അടിച്ചിക്കണേ, ഒരു ഷെം. അങ്ങനെ ആ 100 രൂപയുടെ ട്രിപ്പും കഴിഞ്ഞിട്ടോ. 97 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. അത് ഒരു 3 കിലോമീറ്റർ 2.9 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 9 മിനിറ്റ് കൊണ്ട് എത്തി. 150 ടോട്ടൽ വാങ്ങിയത്. അത് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറക്കാനും കയറ്റാനൊക്കെ കുറച്ച് താമസം എടുത്തു. ഏതായാലും ഇപ്പൊ നമ്മളിവിടെ നമ്മളെ MG റോഡിന്റെ അടുത്ത് ഒരു തണലില് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കട്ടെ. ബാക്കിലൊന്ന് ഇരുന്ന് സെറ്റായി വരികയായിരുന്നു ഫാനൊക്കെ ഇട്ടാണ്ട്. അപ്പൊ ഇതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 500 മീറ്റർ പിക്കപ്പ്. TD റോഡ് എന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. നമ്മളിപ്പോ പോകുന്ന റോഡാണിത്. ഇങ്ങനെ പോകുന്നു നമ്മള്. ഇനി അങ്ങനെ തന്നെ പോണം. ഇനി ബാക്കിൽ കൂടി ഇതിൽ കൂടി വഴി ഉണ്ടോന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. 220 രൂപയുടെ ട്രിപ്പാ. നമ്മള് ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. 1:42. ഒരു 2:30 മണിയൊക്കെ ആകുമ്പോ ഇനി ഓണാക്കാം. ഇനി കുറച്ചു നേരം എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പൊ ഇവിടെ NGO കോട്ടേഴ്സിന്റെ അടുത്തുണ്ട്. ഇനി ഇവിടെ കുറച്ചു നേരം ഒന്ന് കടക്കട്ടെ. ചെറിയൊരു തലവേദന ഉണ്ട്. സമയം ഇപ്പോ 2:53 നമ്മള് ഇനി വർക്കിന് ഇറങ്ങുന്നില്ല. ചെറിയൊരു തലവേദന, നല്ല തലവേദന ബാക്ക് ഭാഗത്ത്. ഞാൻ ആദ്യം ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് എന്താ അറിയില്ലായിരുന്നു. ഫുഡ് കഴിച്ചു. ഇപ്പൊ ഇവിടെ വന്നപ്പോ നേരത്തെ നമ്മള് ഒരു വട്ടം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണല്ലോ. ഇപ്പൊ ഇവിടെ വന്നിട്ട് മതിയാവണില്ല. ഇനി നമ്മളെ നാളത്തെ ഒരു കസ്റ്റമർ പറഞ്ഞു നമ്മളെ വണ്ടി CNG വണ്ടിന്റെ AC കൊണ്ടാ തലവേദന ഒക്കെ വരുന്നത്. എന്താ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ കുറച്ചേരം ഇനി റൂമിൽ പോട്ടെ. ഇപ്പൊ അവിടെ നമ്മളെ NGO കോട്ടേഴ്സിന്റെ അവിടെയാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളു റൂമിക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മള് പരിപാടി നിർത്തി. ഇപ്പൊ നമ്മള് ഊബറിൽ ഓടിയത് 1166 രൂപക്കാട്ടോ ഓടിയത്. ഒരു 8 ട്രിപ്പ് എടുത്തു. 5 മണിക്കൂർ 39 മിനിറ്റ്. നമ്മള് ടോട്ടൽ ഓടിയത് CNG അടിച്ചിട്ട് 39 കിലോമീറ്റർ ഓടി. മറ്റേ ബിയില് 104 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.